ഹേ ഗായ്സ്, അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും പറഞ്ഞ് കളിയാക്കുന്നൊരു കാര്യമാണ് ഒറ്റയ്ക്ക് ബീച്ചിൽ പോകാൻ പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈടായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ബീച്ചിൽ. ഞാൻ വരുന്ന വഴിക്ക് തന്നെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും ഇവിടെ എല്ലാവരും അകലെ നിന്നിട്ടൊക്കെ നോക്കി കണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബീച്ചിൽ വന്നിട്ട് കാല് നനയ്ക്കാതെ ഇങ്ങനെ അപ്പം നെയ്സിനൊക്കെ ഒന്ന് കാല് നനച്ച്, പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ബീച്ചിലിറങ്ങി ഇറങ്ങിന്ന് എൻ്റെ ഉമ്മ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറക്കില്ല, ഈ ബീച്ചിലോട്ട് വരവ് നിൽക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. എന്നാലും ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു എന്തിനാ കടൽ കൊണ്ടായാലോ. അപ്പം ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് കയറി. ഞാൻ കടലിൻ്റെ അടുത്താട്ടാ നോക്കിയൊക്കെ. എന്നിട്ട് ഉപ്പിലിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നു. പിന്നെ അത് സ്വാഭാവികം, ഇവിടെ വന്നാൽ പിന്നെ അത് വേണമല്ലോ. അപ്പം ഞാൻ 2 മാങ്ങയും പിന്നെ അതുപോലെ 2 പൈനാപ്പിൾ പിന്നെ ബജിമുളക്, ഈ സാധനം ഉപ്പിലിട്ട് വെച്ച് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി. അപ്പം ഞാൻ അതും മേടിച്ച്. എന്നിട്ട് ഒഴിഞ്ഞൊരു സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. എന്നിട്ട് അവിടെ പോയി. ഇവിടെ കുറച്ച് നൈസിന് വെയിലുണ്ട്, എന്നാലും വേറെ സ്ഥലമില്ല. കുറച്ച് നേരം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരുന്നു. ആദ്യം തന്നെ മുളക് എടുത്ത് തിന്നു, നല്ല എരിവുണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല, അതവിടെ വെച്ച്. എന്നിട്ട് മാങ്ങ എടുത്ത് കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുന്നത്തെ വട്ടം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ ആട് ചവയ്ക്കുന്ന പോലല്ലേ. പിന്നെ അവിടെ വെയിൽ അടിച്ചു തുടങ്ങി. അപ്പം ഞാൻ അവിടെ നിന്ന് എണീറ്റ് തിന്നാൻ പറ്റിയില്ല. എന്നിട്ട് വേറൊരു സ്ഥലത്ത് മൂലയ്ക്ക് വന്നിരുന്നു. ഞാൻ ഇരിക്കണൊക്കെ വേറെ വീഡിയോസ് നല്ലതൊന്നും എടുത്തില്ല. കാരണം ഇന്ന് എന്താ പറയാ, ഒരുമാതിരിപ്പെട്ട ദിവസമായിരുന്നു. എന്തൊക്കെയോ ചന്തല്ലാത്ത ദിവസമായിരുന്നു. ഒരു ഇരിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം തന്നെ വാങ്ങി. പിന്നെന്താ, എന്നിട്ട് അതും കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി നടന്നു. ഒരു തെങ്ങിന്റെ മൂടിൽ ഇരിക്കാൻ വേണ്ടി പോവുണ്ട്. തേങ്ങ വീഴുവോ? ഇല്ലായിരിക്കും. വീഴാണെങ്കിൽ എന്ന് വേണ്ടിയിരുന്നു. പിന്നല്ലേ, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാട്ടാ. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. ഇപ്പോൾ ഒറ്റയ്ക്കായാലും എന്താ, എനിക്കൊക്കെ ഒറ്റയ്ക്ക് പോകാൻ പണ്ട് ഭയങ്കര ഇതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാണ്ട് വൈബ് കിട്ടില്ല പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോവില്ല. ഇപ്പം ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. അന്ന് നേരത്തെ ഇതേ ഒരാൾ കണ്ട് ഞാൻ നെയ്സിന് വിളിച്ചപ്പോൾ ആളെൻ്റെ അടുത്തോട്ട് വന്ന്. പിന്നെ എൻ്റെ വർഗ്ഗമല്ലേ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വന്നതാണോന്ന് അറിയില്ല. കുറച്ച് നേരം അതിനായിട്ട് കളിച്ചു. അപ്പോൾ ടാറ്റാ, ബൈ.